ഇലക്ട്രിക് കാർ സംഭവമൊക്കെ ശരി തന്നെ. ഇതിന് പെട്രോൾ അടിക്കണ്ട, ഇതിന് ചാർജ് ചെയ്യാൻ കുറച്ച് പൈസ മാത്രമേ ആകുള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ സോളാറുണ്ട്. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം ചാർജ് തീർന്നു പോയാലോ? അതിലിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ഒരു ട്രിപ്പിന് വേണം, ഒരു റിസോർട്ടിൽ പോവാണ്, അവിടെ ചെന്ന് ചാർജ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തു. എന്ത് ചെയ്യും? അല്ലെങ്കിൽ നിങ്ങളിപ്പം റിലേറ്റീവിൻ്റെ വീട്ടിലോട്ടൊന്ന് പോവാണ്, വീട്ടിൽ നിന്ന് ഇറക്കിയപ്പോൾ ചാർജ് കുറവാണ്, അവിടെ ചെന്ന് ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തായിരിക്കും നിങ്ങളുടെ ഓപ്ഷൻ? ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഒരു 3 സ്റ്റോറി അപ്പാർട്ട്മെൻറ്റിലാണ്, നിങ്ങൾ സ്റ്റേ ചെയ്യുന്നത് 3ാമത്തെ നിലയിലാണെന്ന് വെക്കുക. നിങ്ങളുടെ പാർക്കിംഗ് സ്പേസിൽ ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല എന്ന് വെക്കുക. സോ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ നിന്ന് എങ്ങനെ നിങ്ങളുടെ വണ്ടി ചാർജ് ചെയ്യും? ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കൂടെ ഒരു സൊല്യൂഷൻ ഉണ്ട്. വണ്ടർ കറന്റ് EV ചാർജർ. ഇതൊരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് ഡിവൈസ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ സിനറിയോസിൽ നിങ്ങൾ അവിടെ ചെന്ന് ചാർജ് ചെയ്യണമെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഈ വണ്ടർ കറന്റിൻ്റെ EV ചാർജർ. അതുപോലെ ആദ്യം തന്നെ പറയുകയാണ്, ഇതൊരു പവർ ബാങ്കോ പോർട്ടബിൾ ബാറ്ററി പാക്കോ ഒന്നുമല്ല. വണ്ടിയുടെ ചാർജിങ് തീരുന്ന സിറ്റുവേഷനിൽ, എമർജൻസി സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർജറാണ് വണ്ടർ കറന്റിൻ്റെ EV ചാർജർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ വണ്ടിയിൽ ഓൾറെഡി ഒരു എമർജൻസി ചാർജർ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇതിൻ്റെ യൂസ് എന്ന്? അത് ഞാൻ പറഞ്ഞുതരാം. EV വെഹിക്കിൾസ് ചാർജ് ചെയ്യുന്നവർക്കറിയാം, നമ്മൾ പുറത്തെവിടെയെങ്കിലും ചാർജിങ്ങിന് പോകുമ്പോൾ എർത്തിങ് എന്നുള്ളൊരു വലിയൊരു ഫാക്ടറാണ്. സോ നിങ്ങൾ പുറത്തെവിടെയെങ്കിലും ചാർജ് ചെയ്യുമ്പോൾ എർത്തിങ് അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെയാണ് ഈ ചാർജർ യൂസ്ഫുൾ ആവുന്നത്. ഈ ഒരു ചാർജറിൻ്റെ കൂടെ ഒരു എർത്തിങ്ങിനുള്ള കോപ്പർ റോഡും ഉണ്ടാവും, അത് കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഇതിനോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് എർത്തിങ് ഇല്ലാത്ത സ്ഥലത്തും നിങ്ങൾക്ക് ചാർജിങ് വളരെ സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ കിടക്കാം. അതിന് മുന്നേ അൺബോക്സ് ചെയ്തതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓപ്പൺ ആക്കിയപ്പോൾ എന്നുള്ളത് വേഗം ഒന്ന് കാണിക്കാം, പെട്ടെന്ന് കണ്ടിട്ടോ. സോ ഇങ്ങനെയാണ് പാക്കേജ് വരുന്നത്. നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം. പാക്കറ്റ് അൺബോക്സ് ചെയ്തു. വളരെ സേഫ് ആയിട്ടുള്ള പാക്കിംഗ് ആണ് ഇത് വന്നിരിക്കുന്നത്. സോ നമ്മൾ പുറത്തെടുത്തു, അതിനുള്ളിൽ ഇതിൻ്റേതായിട്ടുള്ള പാക്കിംഗ്. സോ ഈ പാക്കറ്റിലാണ് നമ്മൾ ഇത് സൂക്ഷിക്കുന്നത്. സോ അതിൻ്റെ പാക്കിങ്, അതിനൊരു കവറിങ് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. സോ പാഴ്സൽ പാക്കപ്പ് നമ്മൾ അഴിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയുമാണ് സംഭവം വരുന്നത്. സോ ഇനി നമുക്ക് ഓപ്പൺ ആക്കാം. സോ ഇത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് കാണാം. സോ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത്. പ്രൊഡക്റ്റ് കാണുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഫീൽ നമുക്ക് കിട്ടും. അതിൻ്റെ കോപ്പർ റോഡാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് എർത്തിങ് കുറവുള്ളിടത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇത്. നമുക്ക് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊരു പീസ് വന്നിട്ടുണ്ട്. ആ കോപ്പർ റോഡ് കണക്ട് ചെയ്യാനായിട്ടുള്ള കേബിളാണിത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള കേബിളാണ്, അതും കൂടെ വന്നിട്ടുണ്ട്. പിന്നീട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വയറിംഗ് ഒക്കെ നമുക്ക് എത്ര ലെങ്ത് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സോ എല്ലാം അൺപാക്ക് ചെയ്ത് കഴിയുമ്പോൾ വേണ്ട ഇത്രയേ ഉള്ളൂ പ്രൊഡക്റ്റ്. പാക്കിംഗ് അത്ര സേഫ് ആയതുകൊണ്ടാണ് അത്രയും വലുപ്പം തോന്നിയത്. സോ ഇതാണ് പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ കേബിൾ കണ്ടോ, ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു കേബിളാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതുപോലുള്ള അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ താമസിക്കുന്നവർക്ക് യൂസ് ചെയ്യാനായിട്ടാണ് ഇത്ര ലെങ്തി കേബിൾ കൊടുത്തിരിക്കുന്നത്. ഏതായാലും നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു പാക്കേജിലുണ്ടായിരുന്നത്. ഇനി എർത്തിങ്ങിനെ പറ്റി സംസാരിക്കാം. നോർമൽ ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എർത്തിങ് എന്ന് പറയുന്നത് വളരെ മസ്റ്റാണ്. 5 ഓമോ അല്ലെങ്കിൽ അതിൽ താഴെയാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള എർത്തിങ് ആവശ്യമുള്ളത്. സോ 5 ഓമിൽ നിന്ന് കൂടി ഒരു 5.1 ഓം ആണെങ്കിൽ പോലും അത് സേഫ് ആയിട്ടുള്ള ചാർജിങ് പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പ്രോപ്പർ എർത്തിങ് കൊടുത്ത് 2-3 ഓം വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു കോപ്പർ റോഡ് യൂസ് ചെയ്ത്. നമ്മുടെ ഇന്ത്യയിലൊക്കെ എർത്തിങ് എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ഫാക്ടറാണ്. സോ എർത്തിങ് ഇല്ലാത്ത സ്ഥലത്ത് പോലും, അല്ല എർത്തിങ് ഉള്ളിടത്ത് ഇതിൻ്റെ ആവശ്യമില്ല. ഇത് യൂസ് ചെയ്യാതെ നോർമലി നമുക്ക് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം. അല്ലാതെ എർത്തിങ് ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഇത് യൂസ് ചെയ്ത് മാനുവലി നമുക്ക് എർത്തിങ് പ്രൊവൈഡ് ചെയ്ത് ഓംസ് കുറച്ച് ചാർജ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം. സോ ഇതാണ് നമ്മുടെ ഡിവൈസിൻ്റെ ക്യാരിയിങ് കേസ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു കേസാണ്. ഇതിൽ നമുക്ക് പുറത്തെടുക്കാം. ആദ്യം നമുക്ക് റോഡും അതുപോലെ അതിൻ്റെ കേബിളും കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഡിവൈസ് പുറത്തെടുക്കാം. ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് വയറൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനൊന്നും ഒരു പാടുമില്ല. നമുക്ക് തിരിച്ച് ആക്കണമെങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഹാൻഡിൽ ഫിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. സോ ഹാൻഡിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ റൊട്ടേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഒരു 16 ആംപിയറിൻ്റെ ഒരു സോക്കറ്റ് കണ്ടെത്തുക. അവിടെ നമുക്ക് ഇത് കണക്ട് ചെയ്യാം. കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം എത്ര ദൂരെയാണോ വണ്ടി കിടക്കുന്നത് അത്രയും ദൂരെ നമുക്ക് കേബിൾ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. എത്ര സിമ്പിളാണെന്ന് നോക്കിയേ. നല്ല ലെങ്ത്തിൽ കേബിൾ എക്സ്റ്റെൻഡ് ചെയ്യാം. നല്ല ക്വാളിറ്റിയുള്ള കേബിൾസുമാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ വണ്ടിയുടെ പോർട്ടബിൾ ചാർജർ ഇതിൽ കണക്ട് ചെയ്ത് ഓണാക്കാം. കണ്ടോ, ഗ്രീൻ ലൈറ്റാണ് കത്തിരിക്കുന്നത്. അതായത് എർത്തിങ് ഓക്കെ ആണെന്നാണ് അർത്ഥം.
നമ്മുടെ ചാർജറിലും സേഫ് ആണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. സോ ഫോൾട്ട് ലൈറ്റ് ഒന്നും കത്തിയിട്ടില്ല. സോ എർത്തിങ് ഇവിടെ ഓക്കെയാണ്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് യൂസ് ചെയ്യാം. 25 മീറ്ററോളം നമുക്ക് ലെങ്ത്ത്. സോ ഞാൻ മുമ്പേ പറഞ്ഞ സീനറി, അതായത് സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ ഒക്കെ സ്റ്റേ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ അവിടെ തന്നെ ചാർജർ വെച്ചിട്ട് നിങ്ങൾക്ക് താഴെ പാർക്കിങ്ങിൽ കിടക്കുന്ന വണ്ടി ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഡയറക്റ്റ് ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ എർത്തിങ് പ്രോപ്പർ ആയിടത്ത് ഇതിൻ്റെ വയറിൻ്റെ ലെങ്ത് കാരണം നമുക്ക് യൂസ്ഫുൾ ആകും. ഇനി എർത്തിങ് പ്രോപ്പർ അല്ലാത്തടത്താണ് ഇതിൻ്റെ മെയിൻ യൂസ്. നമുക്ക് ഈ റോഡും ഇത്രയും ലെങ്ത്തുള്ള ഈ കേബിളും യൂസ് ചെയ്ത് നമുക്ക് എർത്തിങ് കൊടുക്കാതെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കോപ്പർ റോഡ് നമുക്ക് നോർമൽ ഗ്രൗണ്ടിലോട്ട് കുത്തി വെക്കാം. അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു കോപ്പർ റോഡാണ് തന്നിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ കൂടെ കിട്ടിയ കേബിൾ അതിലോട്ട് അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് ആ കേബിൾ നമുക്ക് ഡിവൈസിലോട്ട് പ്ലഗ് ചെയ്യാം. എർത്തിങ് കംപ്ലീറ്റഡ്. സോ അങ്ങനെ നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ളൊരു ചാർജിങ് പ്രൊവൈഡ് ചെയ്യാൻ ഈ ഡിവൈസിനെ കൊണ്ട് സാധിക്കും. പിന്നീട് ഇതിൽ ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേയിൽ എത്ര യൂണിറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്തു, എത്ര പവർ കൺസ്യൂം ചെയ്തു, എത്ര വോൾട്ടേജാണ് ഇതിൽ കിട്ടുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഫുള്ള് ഈ ഒരു ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരു MCB ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സർക്യൂട്ട് ബ്രേക്ക് ആവാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. സോ അത്ര സിമ്പിളാണ് ഇതിൽ എർത്തിങ് എടുക്കുന്നതും ചാർജ് ചെയ്യുന്നതും എല്ലാം. സോ ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, ഇത് യൂസ് ചെയ്താൽ വണ്ടിയുടെ വാറണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? യാതൊരു ഇഷ്യൂസും ഉണ്ടാവില്ല. കാരണം ഇതൊരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ്. പിന്നെ ഇതിൻ്റെ വാറണ്ടിയുടെ കാര്യങ്ങൾ, അതായത് ആമസോണിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം, അല്ലാതെ വണ്ടർ കാറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് 1 ഇയർ വാറണ്ടി കിട്ടും. അതേസമയം നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രാ 1 ഇയറുടെ എക്സ്റ്റൻഡഡ് വാറണ്ടി കിട്ടും. സോ 2 വർഷം വാറണ്ടി കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഡിവൈസിൻ്റെ എന്ത് ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ കസ്റ്റമർ സപ്പോർട്ടുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇമെയിൽ ID ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളൊരു ഇലക്ട്രിക് വണ്ടി യൂസ് ചെയ്യുന്നു, ബാറ്ററി പാക്ക് വലുതോ ചെറുതോ എന്ത് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എമർജൻസി സിറ്റുവേഷൻസിൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് ഉള്ളത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ഈ ഡിവൈസ് നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിലും ബൂട്ട് സ്പേസിൽ സുഖമായിട്ടിരുന്നോളൂ, അധികം സ്പേസ് ഒന്നും എടുക്കുന്നില്ല. ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ കുറച്ച് സമയം എവിടെയെങ്കിലും ഹോൾട്ട് എടുക്കുന്നുണ്ട്. സോ ഒരു 10% എങ്കിലും ചാർജ് ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക് അത്രയും കിലോമീറ്റേഴ്സ് കൂടെ കവർ ചെയ്യാനായിട്ട് പറ്റും. പുറത്ത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ചാർജിങ് ഇല്ല, എർത്തിങ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇത് എർത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സേഫ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സോ വണ്ടർ കാറിൻ്റെ EV ചാർജർ സ്വന്തമാക്കാനായിട്ട് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഒരു വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 2 വർഷം വാറണ്ടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആമസോണിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെയായിരുന്നു നമുക്ക് ഈ ഡിവൈസിനെ പറ്റി പറയാനായിട്ടുണ്ടായിരുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.